അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുത്തുമണി, നമുക്കൊന്നൊരു കായ ബജ്ജി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല കിടുക്കാച്ചി ടേസ്റ്റിലുള്ളൊരു കായ ബജ്ജി ആട്ടം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ കായ ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ കായായിട്ട് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് സാമ്പാർ കൂട്ടൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ പച്ചക്കായാണ് കിട്ടാറുള്ളത് അല്ലേ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പീലർ വെച്ചിട്ടോ കത്തി വെച്ചിട്ടൊക്കെ കളഞ്ഞെടുത്താൽ മതി. അപ്പം ഞാൻ കയ്യിൽ കറയാവാതിരിക്കാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ ഇതിന് സാധാരണയായിട്ട് പൊണ്ണൻ വഴക്കാന്ന് പറയട്ടോ. ഇനി വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് അറിയില്ല. ഈ പൊണ്ണൻകായ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നേന്ത്രക്കായ വെച്ചിട്ട് നമുക്ക് കായ ബജ്ജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്താൽ മതി. ഇതിൻ്റെ തൊലി മുഴുവനായിട്ട് കളയരുത് കേട്ടോ. കുറച്ചൊക്കെ തൊലി അതിമ്പോൾ ഉണ്ടായാലോ നല്ലത്. അപ്പോഴാണ് കായ ബജ്ജി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഒരു 5-6 കായ എടുത്തേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ മുഴുവനും ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീളത്തിൽ കനം കുറഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാട്ടോ ഈ കായ ബജി. ഇതുപോലത്തെ പൊണ്ണങ്കായ അല്ലെങ്കിൽ 2-3 നേന്ത്രക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2-3 കായ ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് ബാക്കി വരുന്ന സമയത്ത് ഇതും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. മിക്കവാറും നമ്മളെ കുട്ടീസ് നമ്മളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കും കേട്ടോ. കാരണം അവർക്ക് കായ ബജി ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ കായ ബജി ഉണ്ടാക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ബൗളിലേക്ക് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. 1/4 കപ്പ് മൈദ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വെറും കടലമാവ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കായാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ബജി ഉണ്ടാക്കുകയാണെങ്കിലും കായം നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ കായം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അപ്പസോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളെ കായ ബജിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള സാധനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് വേറെ ഒന്നുമല്ല, അയമോദകാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അയമോദകമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അയമോദകം അല്ലെങ്കിൽ അജ്വാൻ സീഡ് എന്നൊക്കെ പറയട്ടോ ഇതിന്. നമ്മൾ ഏത് ബജി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബജിയുടെ ടേസ്റ്റ് പിന്നെ പറയണ്ട, അത്രയ്ക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബജിക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മളെ മാവ് ഇവിടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേ ലൂസിലാട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഓവറായിട്ട് ലൂസാവാനും പാടില്ല, അതുപോലെ തന്നെ ഓവറായിട്ട് തിക്കാവാനും പാടില്ല കേട്ടോ. ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളെ കായ ബജി ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ ഓരോ കഷ്ണങ്ങളെടുത്ത് മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 3 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് കേട്ടോ. വലിയ ചട്ടിയാണെങ്കിൽ കുറേ പീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയ പിന്നെ നമുക്കൊന്നത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റുകയാണ്. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അതിലുള്ള എണ്ണയൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ ഇത് 3ഉം കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാവ് പരന്നു പോവാതിരിക്കാൻ ഇതുപോലെ നമ്മൾ മാവിൽ മുക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ സൈഡിൽ വെച്ചിട്ടൊന്ന് വടിച്ചെടുത്താലും മതി. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിലുള്ള കായ ബജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തിരക്ക് പിടിച്ച് വാരി വലിച്ചിട്ട് കൊടുക്കുന്ന സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂർത്ത് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കായ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കായ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 കായ നമ്മൾ കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ടിഷ്യൂ പേപ്പർ അതിലുള്ള എണ്ണ മുഴുവനും വലിച്ചെടുത്തിട്ടുണ്ട്. കായ ബജി മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ സാധാ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള എണ്ണ മുഴുവനായിട്ട് പോയി കിട്ടും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കായ ബജി കഴിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി എല്ലാവരും കാണുക. ഏത് ബജിയുടെ കൂടെ കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി ആട്ടത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.